ഹലോ ഫ്രണ്ട്സ്, എയർ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് രാജാക്കാടിൻ്റെ അഭിമാനമായ കുത്തുങ്കൽ വാട്ടർഫോൾസിലാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ തേക്കടി റൂട്ടിലെ ഒരു ഇടത്താവളമാണ്, ഒരു ഹിഡൻ സ്പോട്ടെന്ന് വേണേൽ പറയാം. ഇവിടേക്ക് പോകുന്ന വഴികളിലെല്ലാം ഏലക്കത്തോട്ടമാണ്. പോകുന്ന വഴികളിലൊന്നും അധികം ആരെയും കണ്ടതുമില്ല. കുറച്ച് അപകടം പിടിച്ചൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ശരിക്കുള്ള വഴി ഇതാണോ എന്ന് കൂടി ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വഴികളിൽ ഫുള്ള് കരിയില വീണ് കിടപ്പുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേർക്കൊക്കെ നടന്നു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസും കൂടുതലാണ്. ഈ ഇടവഴി കുറച്ച് താഴേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് അരുവി കാണാം. നമുക്ക് ഈ അരുവിയെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അരുവിയുടെ സൈഡിലായിട്ട് ഏലക്ക കൃഷിയും നമുക്ക് കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇതൊരു വെള്ളച്ചാട്ടമാണെന്ന്. ഫുള്ള് പാറക്കെട്ടുകളും വെള്ളക്കെട്ടുകളുമായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടോ മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല വന്നത്. ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ച് വന്ന് പെട്ടുപോയൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഗൂഗിൾ മാപ്പിനോട് നന്ദി പറയുകയാണ്. കാരണം ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചതിന്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. കാരണം ഒന്ന് രക്ഷിക്കാൻ പോലും നമുക്ക് ആരും അടുത്തില്ല. ഫുള്ള് വെള്ളക്കെട്ടും പാറക്കെട്ടുമാണ് ഇവിടെ. ശരിക്കും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഈ ഒരു കാഴ്ച കണ്ടിട്ട് തന്നെ. കാരണം വേറൊന്നുമല്ല, ഒരുപാട് കുത്തൊലിപ്പുള്ള ഈ ഒരു വെള്ളച്ചാട്ടം, അതും വെള്ളമില്ലാണ്ട് ഇങ്ങനെ ഒരു പാറക്കെട്ടിലൂടെയൊക്കെ നടക്കാനൊക്കെ സാധിക്കുമെന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. പന്നിയാർ പുഴയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ നേരെ കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഈ വെള്ളം, കുത്തൊലിച്ചുള്ള വെള്ളം ഇതിലേക്ക് വരുന്നത്. വേനലായതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും കാണാനില്ല. പിന്നെ പാറക്കെട്ടുകളുടെ ഇടയിലൊക്കെ ഇതേപോലെ ഒരു തടാകം പോലെ കെട്ടി നിൽക്കുന്നതുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ ഇറങ്ങുന്ന കാര്യം ഇച്ചിരി റിസ്ക് ഉള്ളത്, കാരണം നല്ല പായലുണ്ട്. മഴക്കാലത്തായിരിക്കും ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകൾ വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് പോലും ഇതുവരെയും ടൂറിസം മാപ്പിൽ ഈ ഒരു സ്ഥലം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. ഈ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് തന്നെയാണ് ചതുരംഗപ്പാറയും കാറ്റാടി മരവും ഒക്കെ ഉള്ളത്. ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോകാനായിട്ട് പേടിയുണ്ടാവും. ഞങ്ങളിപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അറ്റത്തേക്കാണ് നടന്നു പോകുന്നത്. വെള്ളം കുറവാണെങ്കിൽ പോലും ഈ പോകുന്നിടത്ത് നല്ല വഴുക്കലുണ്ട്. കാല് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാൽ അങ്ങ് താഴെ പോയി കിടക്കും. ശക്തിയായി വെള്ളം ഒഴുക്കി പോകുന്നത് കൊണ്ട് തന്നെ പാറക്കെട്ടുകളെല്ലാം നല്ല മിനുസമായി കിടക്കുന്നുണ്ട്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഇതുപോലെ ഒന്നും വന്ന് നിൽക്കാനൊന്നും കഴിയില്ല. ഒരു 250 അടി താഴ്ചയുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. വെള്ളച്ചാട്ടത്തിന് പിന്നിലായിട്ട് കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങി ഇരുൾ നിറഞ്ഞ ഗുഹയിലൂടെ അല്പദൂരം നടക്കാനും സാധിക്കും. ശരിയാണ്, സത്യമല്ലേ. പിന്നെ ഇങ്ങനെ ഒന്നും നിൽക്കാൻ പോലും പറ്റൂല. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തായിട്ട് രണ്ട് സൈഡിലുമായിട്ട് ഒരു ചെറിയ 2 വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വെള്ളം അധികം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ ഇൻഡസ് കമ്പനിയുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കൂടിയാണ് ഒരു 27 വർഷമായിട്ട് ഇവിടുത്തെ ഒഴുക്ക് കുറഞ്ഞു പോയത്. അത്രയും കുത്തൊലിച്ചൊരു വലിയൊരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരം ഈ ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ ഒന്ന് നിൽക്കാൻ തോന്നും. നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മരം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ആ മരത്തിൻ്റെ തണലിലിരുന്നു. ശരിക്കും അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ഈ ഒരു വിനോദസഞ്ചാരിയെ ഞങ്ങൾ കണ്ടത്. പക്ഷെ പുള്ളിക്കാരൻ എങ്ങനെ വന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇനി ഞങ്ങളെ പോലെ ഗൂഗിൾ മാപ്പ് ചതിച്ചെത്തിയതാണോ എന്നും അറിയില്ല. കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിള്ളേർ വീഴാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മരത്തണലിലിരുന്ന് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു.
അതിനുശേഷം ഞങ്ങൾ ഈ വിനോദസഞ്ചാരി ഒന്ന് പരിചയപ്പെട്ടു. എഡ്ഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് കേരളമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അത് കഴിഞ്ഞ് ഇനി അദ്ദേഹം പോകുന്നത് മൂന്നാറിലേക്കാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയായിരുന്നു ഇവിടെ നിന്നുള്ളത്. അങ്ങനെ ഈ ഒരു കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ഇത്തവണ ഗൂഗിളിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നിറയെ കടലാസ് ചെടികൾ പൂത്ത് കിടപ്പുണ്ട് പോകുന്ന വഴികളിലെല്ലാം. പല പല നിറങ്ങളിലായി കിടക്കുന്ന ഈ ഒരു ചെടി കാണാനായിട്ട് എന്ത് ഭംഗിയല്ലേ. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. റിസോർട്ടിന് പുറത്തുനിന്ന് മാത്രമല്ല, അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ണിന് ശരിക്കും ഇമ്പമുള്ള കാഴ്ചയാണ്. നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്. കയറി വരുമ്പോൾ തന്നെ ആദ്യം പാർക്ക് കാണാം. അപ്പോൾ പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ ഒരു യാത്രയിൽ ശരിക്കും നല്ലൊരു പച്ചപ്പ് കണ്ടത് ഇപ്പോഴാണ്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ റിസപ്ഷന് മുന്നിലേക്ക് നടന്നു. പിള്ളേരൊക്കെ സ്വിമ്മിംഗ് പൂൾ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ വന്ന് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ ഇവരിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഭക്ഷണമുണ്ട്. നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു വലിയ മിറർ ഉണ്ട്. മിനി ഫ്രിഡ്ജ് ഉണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ലൊരു വ്യൂ ആയിരുന്നു ബാൽക്കണിയിൽ നിന്നുണ്ടായിരുന്നത്. ദൂരെയായിട്ട് മലമുകളിൽ ഒരു ചർച്ചും കാണാം. വൈകുന്നേരം ആയപ്പോഴേക്കും ആ ഒരു ചൂടൊക്കെ മാറി നല്ലൊരു തണുപ്പ് തുടങ്ങി. ഇനി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ റൂം. കണക്റ്റഡ് റൂം ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായി. പിള്ളേരൊക്കെ പൂളിൽ ചാടാൻ റെഡിയായി നിൽക്കുകയാണ്. തണുപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളവും നല്ല തണുപ്പായി. പിള്ളേർക്കൊന്നും അധികം നേരം പൂളിൽ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം തണുപ്പായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. വിചാരിച്ച പോലെയല്ല, പിള്ളേർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. പിള്ളേരൊക്കെ അവരുടെ മാക്സിമം എൻജോയ് ചെയ്തു. പക്ഷെ കുറേ നേരം നിൽക്കാൻ പറ്റാത്തത് വിഷമം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവരവിടെ സൈഡിലിരുന്നു. അതിനുശേഷം ഞങ്ങൾ പൂളിലിറങ്ങി. ഞങ്ങൾ ഒരു ബോൾ കിട്ടി. പിന്നെ അത് വെച്ച് ഞങ്ങൾ കളിക്കാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് പിള്ളേർക്ക് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. മതിയാക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. തണുപ്പ് കൂടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും മതിയാക്കി റൂമിൽ പോയി ഫ്രഷായി റെഡിയായി വന്നു. നൈറ്റ് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നേരത്ത് ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് അവിടുത്തെ ഗാർഡനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നു. ഈ ഒരു സ്ഥലം ഫുള്ള് അവരുടെ കൃഷികളാണ്. എല്ലാതരം പച്ചക്കറികളും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിള്ളേരൊക്കെ അവിടെ എത്തിയ DJ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു.
അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ക്യാമ്പ് ഫയറിന് മുന്നിൽ പോയിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ആ ഒരു ക്യാമ്പ് ഫയറിന് ചുറ്റും ഓരോ സ്റ്റെപ്പുകൾ വെക്കാൻ തുടങ്ങി. അതിനുശേഷം കുറച്ച് ഗെയിമും കാര്യങ്ങളും ആക്ടിവിറ്റി ആയിട്ടൊക്കെ ഞങ്ങൾ ആ ഒരു സമയം മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തത് ഞങ്ങളുടെ മക്കളാണ്. ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു.